ഹലോ നമസ്കാരം വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ടോക്സിക് റിലേഷൻഷിപ്പ് നമ്മളെല്ലാവരും കേൾക്കുന്ന ഒരു വാക്കാണല്ലേ. എന്താണ് ഈ ടോക്സിക് റിലേഷൻഷിപ്പ്? എങ്ങനെയാണ് നമ്മൾ ഇത് തിരിച്ചറിയുന്നത്? എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം? എങ്ങനെയാണ് നമ്മൾ ഇതിൽ നിന്ന് മുന്നോട്ട് പോകുന്നത്? തുടങ്ങിയ കാര്യങ്ങളാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന എല്ലാവരും തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോസ് ഇഷ്ടമാവുന്നെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. ടോക്സിക് റിലേഷൻഷിപ്പ് കണ്ടുപിടിക്കാനുള്ള 5 സൈനിനെ കുറിച്ച് തന്നെ ഞാൻ ആദ്യമേ പറയാം. ഒന്നാമതായിട്ടുള്ളത് കൺട്രോളിങ് ബിഹേവിയർ ആണ്. നമ്മളിപ്പോൾ ഫ്രണ്ട്സിൻ്റെ കൂടെ പുറത്ത് പോയാലോ, അല്ലെങ്കിൽ ഒരു ജോലിക്ക് പോയാലോ, അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ജെൻഡറായിട്ട് സംസാരിച്ചാലോ ഒക്കെ ഭയങ്കരമായിട്ടുള്ള കൺട്രോളിങ് ആയിരിക്കും. അടുത്തത് വെർബൽ ഓർ ഫിസിക്കൽ അബ്യൂസ് ആണ്. എല്ലാവരുടെ മുമ്പിൽ വെച്ച് ചീത്ത പറയുക, താഴ്ത്തി കെട്ടി സംസാരിക്കുക, എല്ലാവരുടെ മുമ്പിൽ വെച്ച് തന്നെ ഫിസിക്കലായിട്ട് ഉപദ്രവിക്കുക തുടങ്ങിയ കാര്യങ്ങളായിരിക്കും ഇങ്ങനെയുള്ളവർ ചെയ്യുന്നത്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഇവർക്ക് യാതൊരു തരത്തിലുള്ള മടിയും ഉണ്ടായിരിക്കത്തില്ല. അടുത്തത് ഡിസ്റെസ്പെക്റ്റ് ആണ്. നമ്മൾ പറയുന്ന ഒരു കാര്യത്തിൽ ഇവർക്ക് യാതൊരു തരത്തിലുള്ള വിലയും കാണത്തില്ല. നമ്മളെ കൊച്ചാക്കി കാണുക, ഒരു തരത്തിലുള്ള ബഹുമാനം നമുക്ക് നൽകത്തില്ല തുടങ്ങിയ കാര്യങ്ങളാണ് ഇങ്ങനെയുള്ളവർ ചെയ്യുന്നത്. അടുത്തത് ഡിസ്ഹോണസ്റ്റി ആണ്. നിസ്സാര കാര്യങ്ങളിൽ കള്ളം പറയാനും നമ്മളിന്ന് മനഃപൂർവ്വമായി പല കാര്യങ്ങളും മറച്ചു വെക്കാൻ ശ്രമിക്കുന്നവരുമായിരിക്കും ഇവർ. അടുത്തത് അണ്ടർ വാല്യൂ യുവർ നീഡ്സ് ആണ്. നമ്മുടെ ആവശ്യത്തെ വകവയ്ക്കാതിരിക്കുക, നമുക്ക് എന്താണോ ഇഷ്ടം അത് ചെയ്യാൻ സമ്മതിക്കാതിരിക്കുക, എന്താണോ അവരുടെ ഇഷ്ടം അത് മാത്രം ചെയ്യാൻ വേണ്ടി നമ്മളെങ്ങനെ പ്രേരിപ്പിച്ചുകൊണ്ടേയിരിക്കുക തുടങ്ങിയ ആൾക്കാരൊക്കെ തന്നെ ടോക്സിക് പീപ്പിൾസ് ആണ്. പലപ്പോഴും പാർട്ട്ണറിനോടുള്ള ഓവറായിട്ടുള്ള അറ്റാച്ച്മെന്റും ഇഷ്ടവും കൊണ്ട് ഈ പറഞ്ഞ ഫാക്ടേഴ്സ് ഒക്കെ തന്നെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. നമ്മൾ സ്നേഹിക്കുന്ന ആൾ ടോക്സിക് ആണെന്ന് തിരിച്ചറിയാതെ അവരുടെ മുമ്പിൽ അടിയറ വെക്കണോ, അതോ ഇങ്ങനെയുള്ള റിലേഷനിൽ നിന്ന് നമ്മൾ മൂവ് ഔട്ട് ചെയ്യണോ? എന്ത് തന്നെയാലും അതിന് വേണ്ടുന്നൊരു ഡിസിഷൻ എടുക്കേണ്ടത് നമ്മൾ തന്നെയാണ്. അതിനുള്ള ധൈര്യം കാണിക്കേണ്ടതും നമ്മൾ തന്നെയാണ്. എങ്ങനെയാണ് ഇങ്ങനത്തെ ആൾക്കാരിൽ നിന്ന് നമുക്ക് പിന്തിരിയാൻ സാധിക്കുക? അല്ലെങ്കിൽ എങ്ങനെയാണ് ഇങ്ങനത്തെ റിലേഷനിൽ നിന്ന് നമുക്ക് പുറത്ത് കടക്കാൻ സാധിക്കുക? എല്ലാ റിലേഷനിലും തന്നെ സന്തോഷവും സങ്കടവും ഒക്കെ തന്നെയുണ്ട്. പക്ഷെ അൺഹെൽത്തി ആയിട്ടുള്ള റിലേഷനിൽ എപ്പോഴും തന്നെ മാനസിക സമ്മർദ്ദം വളരെ കൂടുതലായിരിക്കും. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രഷർ കുക്കറിൽ ഇരിക്കുന്ന അവസ്ഥയായിരിക്കും. അത്രമാത്രം പ്രഷറായിരിക്കും നമ്മുടെ തലയിലുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പലപ്പോഴും പാർട്ട്നേഴ്സിനോടുള്ള ഓവറായിട്ടുള്ള സ്നേഹവും അറ്റാച്ച്മെന്റും കൊണ്ട് നേരത്തെ പറഞ്ഞ ഫാക്ടേഴ്സ് ഒന്നും തന്നെ നമ്മൾ തിരിച്ചറിയാറില്ല. ഇനി തിരിച്ചറിഞ്ഞാൽ തന്നെ ഇമോഷണലി ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള റിലേഷൻഷിപ്പിൽ അല്ലെങ്കിൽ വളരെ സീരിയസ് ആയിട്ട് എനിക്കിത് മുന്നോട്ട് കൊണ്ടുപോകണമെന്ന താല്പര്യത്തോടു കൂടി ഒരു റിലേഷനിൽ വരുന്ന ആള് ഒരു ദിവസം കൊണ്ട് ഇത് വേണ്ട എന്നുള്ള രീതിയിൽ ഇത് സ്റ്റോപ്പ് ചെയ്ത് പോകുന്നത് ഒട്ടും തന്നെ സഹിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. ഇത്തരത്തിലൊരു തീരുമാനം പലരും എടുക്കാതെ തന്നെ പ്രധാനപ്പെട്ട ഒരു കാരണം നമ്മൾ നമ്മുടെ പാർട്ട്ണറിനെ ചതിക്കുകയാണോ, അല്ലെങ്കിൽ അവരുടെ ഇമോഷണൽ നമ്മൾ വാല്യൂ കൊടുക്കാതിരിക്കുകയാണോ, നമ്മൾ അവരോട് ക്രൂരത കാണിക്കുകയാണോ തുടങ്ങിയ നിരവധി ചോദ്യങ്ങളാണ് നമ്മുടെ മനസ്സിലൂടെ കടന്നു പോകുന്നത്. ഇത്തരത്തിലുള്ള ചിന്തകൾ മനസ്സിൽ കിടക്കുന്നത് കൊണ്ട് തന്നെ ഒരു ടോക്സിക് റിലേഷൻഷിപ്പിൽ ആയിരുന്നാൽ പോലും അതിൽ നിന്ന് പിന്തിരിയാനുള്ള ഒരു തീരുമാനമെടുക്കാൻ വലിയ ബുദ്ധിമുട്ടുമാണ്. അപ്പോൾ ഇങ്ങനെ ഒരു അവസ്ഥയിൽ നമ്മൾ എന്ത് ചെയ്യണം? അതായിരിക്കുമല്ലോ പലർക്കും കിട്ടാത്തൊരു ആൻസർ. ഒന്നാമതായിട്ടുള്ളത് ഡിസൈഡിങ് ടു ലീവ്. ഒരു ഡിസിഷൻ എടുക്കുക എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു സ്റ്റേജ്. അവരിനി നന്നായാലോ, അവർക്ക് ഒരു ചാൻസ് കൂടി കൊടുത്താലോ, ഈ ഒരു സ്വഭാവം ഒഴിച്ച് ബാക്കി എല്ലാ കാര്യത്തിലും അവർ നല്ലതല്ലേ തുടങ്ങിയ ചിന്തകളാണ് ഇത് കൂടുതലായിട്ടും കോംപ്ലിക്കേറ്റഡ് ആക്കുന്നത്. ആദ്യം തന്നെ ഒരു ഡിസിഷൻ എടുക്കുക. എനിക്കിത് അബ്യൂസീവാണ്, ഞാൻ ആഗ്രഹിക്കുന്ന പോലെ എനിക്ക് ഈ റിലേഷൻഷിപ്പിൽ മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്ന് എപ്പോൾ തിരിച്ചറിയുന്നോ അപ്പോൾ തന്നെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഡിസിഷൻ എടുക്കാനുള്ള തൻ്റെ ഇടം കാണിക്കുകയാണ് ചെയ്യേണ്ടത്. അവരുടെ ഇമോഷൻസിനെ മാത്രം ബോധർ ചെയ്യാതെ നമ്മളെ ഈ റിലേഷൻ എത്രമാത്രം വേദനിപ്പിച്ചിട്ടുണ്ട് എന്നുകൂടി ചിന്തിക്കുക. ഫ്യൂച്ചർ എന്താകുമെന്ന് വറി ചെയ്യാതെ പാസ്റ്റിൽ ഈ ബന്ധത്തെ തുടർന്ന് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ഫേസ് ചെയ്തിട്ടുണ്ട് എന്ന് വിലയിരുത്തുന്നതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം കൂടിയാണ്. ഇത്രയും നാൾ നമ്മൾ അവർക്ക് കൊടുത്ത കൺസിഡറേഷൻ, സെക്കൻഡ് ചാൻസ്, ഇതൊക്കെ തന്നെ നമ്മൾക്കാണ് ഇനി കൊടുക്കേണ്ടത്. സോ സ്റ്റാർട്ട് ഇൻവെസ്റ്റിംഗ് ഇൻ യുവർ സെൽഫ്. അവനോ അവളോ ഇല്ലാതെ നമ്മുടെ ജീവിതം ഇനി എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാം എന്നതിനെക്കുറിച്ച് ചിന്തിക്കുക. അതിനുവേണ്ടി മാനസികമായി നമ്മൾ പ്രിപ്പയർ ആവുകയും വേണം. നമ്മുടെ ഇഷ്ടങ്ങൾക്കും ആഗ്രഹങ്ങൾക്കും വാല്യൂ തരുന്ന ഒരു പാർട്ട്ണറാണോ നിങ്ങളുടെ കൂടെയുള്ളത്, അതോ അബ്യൂസീവ് ആയിട്ടുള്ള നിങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള വിലയും തരാത്ത പാർട്ട്ണറാണോ ഉള്ളത്? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക, ഇനി എത്ര തന്നെ ചാൻസ് കൊടുത്താലും അവർ ഒരിക്കലും തന്നെ മാറാൻ പോകുന്നില്ല. ഇനി മാറേണ്ടത് നമ്മളാണ്. നമുക്ക് മാത്രമേ ഈ സിറ്റുവേഷനെ മെച്ചപ്പെടുത്താൻ സാധിക്കുകയുള്ളൂ. ഇനി വേണം നമ്മളൊരു സ്ട്രോങ് ആയിട്ടുള്ള ഡിസിഷൻ എടുക്കാൻ. അടുത്തത് ബിൽഡ് എ സപ്പോർട്ട് സിസ്റ്റമാണ്. ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് മൂവ് ഔട്ട് ചെയ്യുമ്പോൾ അത് തീർച്ചയായിട്ടും നമ്മളെ വളരെ നെഗറ്റീവായിട്ട് തന്നെയാണ് ബാധിക്കുന്നത്. അത് നമ്മുടെ ഡെയിലി റുട്ടീനെ തന്നെ അഫക്റ്റ് ചെയ്യാം. നമ്മുടെ സ്ലീപ്പ്, നമ്മുടെ ഫുഡ് ഹാബിറ്റ്സ്, ഇതിനെയൊക്കെ തന്നെ അഫക്റ്റ് ചെയ്യാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. നമുക്ക് മാനസികമായിട്ട് വളരെ തളർച്ചയായിരിക്കും, കംപ്ലീറ്റ്ലി ഒരു ഡിപ്രഷൻ മൂഡിൽ തന്നെയായിരിക്കും. ഈ ഒരു സമയത്ത് നമ്മളെ ജഡ്ജ് ചെയ്യാത്ത, നമ്മുടെ വിഷമവും ബുദ്ധിമുട്ടും ഒക്കെ തുറന്നു പറയാൻ പറ്റുന്ന ഒരു സപ്പോർട്ട് സിസ്റ്റം നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാനല്ല ഒറ്റയ്ക്ക് സഹിച്ചോളാം എന്നുള്ളത് മാനസിക സംഘർഷം കൂട്ടുന്ന ഒരു കാര്യമാണ്. പേരൻസിനോടോ കസിൻസിനോടോ ഫ്രണ്ട്സിനോടോ ആരെങ്കിലോടോ ഒക്കെ ഇത് ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. ഷെയർ ചെയ്യുമ്പോഴൊരു കാര്യം ശ്രദ്ധിക്കണം,
നമുക്ക് അത്രത്തോളം ട്രസ്റ്റുള്ള അല്ലെങ്കിൽ ഇത് ആരോടാണ് പറയുന്നത് എന്നുള്ളൊരു ബോധം നമുക്ക് ഉറപ്പായിട്ടും ഉണ്ടായിരിക്കണം. ഇനി നിങ്ങളെ മനസ്സിലാക്കാൻ ആരുമില്ലെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ ഒരു സൈക്കോളജിസ്റ്റിനെ കാണാനും മടിക്കരുത്. ഇനി ഇതിൻ്റെ അടുത്ത സ്റ്റേജാണ്. പാർട്ട്ണറിന്റെ ഭാഗത്തുനിന്ന് ഉറപ്പായിട്ടും തിരിച്ചടി പ്രതീക്ഷിക്കാം. സ്പെഷ്യലി ടോക്സിക് ആയിട്ടുള്ള ഒരു പാർട്ട്ണർ ആണെങ്കിൽ. നമ്മുടെ സേഫ്റ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഈ റിലേഷൻ വേണ്ടാന്ന് വെക്കുന്നത് മുതിർന്നവരോടോ അല്ലെങ്കിൽ റെസ്പോൺസിബിൾ ആയിട്ട് ആരോടെങ്കിലും നമ്മൾ ഉറപ്പായിട്ടും ഷെയർ ചെയ്തിരിക്കണം. നമ്മൾ ഒറ്റയ്ക്കാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഇവർ പ്രശ്നമുണ്ടാക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. എല്ലാ കുറ്റങ്ങളും നമ്മുടെ തലയിൽ കെട്ടിവെക്കുക, മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മൾ മോശക്കാരിയായിട്ട് ചിത്രീകരിക്കുക, ഇതൊക്കെ തന്നെ പ്രതീക്ഷിച്ചോണം. ഈ വക കാര്യങ്ങളൊന്നും തന്നെ നമ്മളെ തളർത്താൻ പാടില്ല. ഇങ്ങനെയുള്ള സിറ്റുവേഷൻ വരുമ്പോൾ നമ്മൾ അതിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു എന്നതിലാണ് പ്രാധാന്യം. ഈ പറയുന്ന കാര്യത്തിനൊക്കെ മറുപടി കൊടുക്കാനോ ഇതിനൊന്നും തന്നെ കൺവിൻസ് ചെയ്യാനോ നിൽക്കാതിരിക്കുന്നതാണ് നല്ലത്. പിന്നെ ഈ കാര്യം ഒന്നും തന്നെ അവർ കേൾക്കാനും പോകുന്നില്ല. അതുകൊണ്ട് തന്നെ മനസ്സിലാക്കുക, നമ്മൾ മറ്റൊരാളുടെ താല്പര്യത്തിന് ജീവിച്ച് തീർക്കേണ്ടതല്ല നമ്മുടെ ജീവിതം. യു ഡിസേർവ് ബെറ്റർ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇന്നത്തെ വീഡിയോ യൂസ്ഫുൾ ആയിട്ട് തോന്നുമെങ്കിൽ ഉറപ്പായിട്ടും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ടാറ്റാ, ബൈ ബൈ.